ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു കാബൂളി റൈസ് ട്രൈ ചെയ്താലോ. നമ്മൾ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇച്ചിരി ബട്ടറും കൂടി ആഡ് ചെയ്യാവേ. ബട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കട്ടെ ഇതിനകത്ത്. നമുക്ക് ഇതിൻ്റെ ഇടേണ്ട സാധനങ്ങളാണ് ജീരകം, കുരുമുളക്, ഗ്രാമ്പു, മല്ലി, ഇതെന്താ ബേ ലീവ്സ്, പട്ട, തക്കോലം, ഡ്രൈ ലെമൺ. ഇതെല്ലാം മെയിനായിട്ട് വേണ്ടത്. നമുക്ക് ഈ മസാല എല്ലാം അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ടതാണ് പച്ചമുളകും, പിന്നെ മുഴുവനായിട്ടുള്ള പച്ചമുളക് ഒരു 5-6 എണ്ണവും, 2 സവോളയും. പിന്നെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നതാണ് ഇത് ക്യാപ്സിക്കം. ഒരു ക്യാപ്സിക്കമാണ് ഇത്. അതൊരു ക്യാപ്സിക്കം ആഡ് ചെയ്യാം. ഇനി ഇതൊന്ന് വഴറ്റണം കേട്ടോ. പിന്നെ ഇത് അതൊക്കെ ഒന്ന് വഴറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ 2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടേ. നമ്മൾ തക്കാളിയും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്തു കേട്ടോ. ഒരു 2.5 സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഉള്ളത് കറി മസാലയാണ്. ഗരം മസാല. എന്നാൽ ഇനി ഇതിനകത്തേക്ക് ഇടേണ്ടത് ഗരം മസാലയാണ് കേട്ടോ. അതിലേക്ക് ആഡ് ചെയ്യുന്നത് ഗരം മസാലയാണ്. എന്തോരം ഉണ്ടാവും കുറച്ച്. ഗരം മസാല ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചിക്കന് അതേക്ക് ഇടാൻ. രണ്ട് കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ. ഇതൊക്കെ മിക്സൊക്കെ ചെയ്ത് കഴിവായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതിയേ. പിന്നെ നമ്മളെ ഓപ്ഷണലായിട്ട് ചേർക്കുന്നതാണ് ഈ കടല. അത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഓപ്ഷണലാണ്. ചിക്കൻ അപ്പം നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഇത് തുറന്നൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ. നമ്മൾ 1.5 കപ്പ് അരിയാണ് വെള്ളത്തിലിട്ടിരുന്നത്. അരി ഇച്ചിരി നേരം ഒരു അരമണിക്കൂർ കുതിരാൻ വെക്കണമായിരുന്നു. എന്നിട്ട് ഞാൻ കുതിർന്ന് ഊറ്റി വെച്ചിട്ടുണ്ട്. 1.5 കപ്പ് അരിക്ക് 2.25 കപ്പ് വെള്ളം ഒഴിക്കണേ. നമ്മൾ അരിയും കൂടി അതിനകത്തേക്ക് ഇട്ടു കേട്ടോ. തിളയ്ക്കാനൊന്നും നിന്നില്ല. അരി കൂടി അതിനകത്തേക്ക് ഇട്ടു. ഉവ്വാ. ഈ പാകത്തിന് ഉപ്പ് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ഇത് നമ്മൾ പിന്നെ ഉപ്പിടണം. അപ്പോൾ ഉപ്പ് കുറവായാലാണ് ഞങ്ങളിത് കുറച്ചുകൂടി ഉപ്പിട്ടു. പുളി കുറവാണ്. നമ്മൾ ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ നോക്കണം. അപ്പോൾ പുളി കുറവായതുകൊണ്ട് നമ്മൾ ഒരു നാരങ്ങ പിഴിഞ്ഞ് അത് ഒഴിക്കണം. പകുതി ഒഴിച്ചിട്ട് നോക്കി. മതി, പകുതി നാരങ്ങ മതിയായിരുന്നു. നമ്മൾ അരി ഇട്ടതിന് ശേഷം ഈ പാകമായിട്ടോ. അപ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുവാണേ. ചോറ് ഉടയാതെ ഇളക്കണേ. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒരു നന്നായിട്ട് പറ്റി കേട്ടോ. അപ്പോൾ നമ്മളിനി അടച്ചു വെക്കാനേ. തീ നന്നായിട്ട് കുറച്ച് വെച്ചുകൊണ്ട് ദം ചെയ്യാണ്. വെയിറ്റ് വയ്ക്കട്ടെ. അപ്പം നമ്മൾ റൈസ് കുക്കായിട്ടുണ്ട് കേട്ടോ. റൈസ് പാകത്തിന് കുക്കായിട്ടുണ്ട്.
മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ റൈസ് അടിപൊളിയായിട്ടുണ്ട്. ചിക്കനൊക്കെ ഉണ്ട്, ഞാൻ കുറച്ച് ചിക്കൻ എടുത്തോളൂ. നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട് ചിക്കൻ.